ഓക്കെ, നമുക്കിനി അടുത്ത് നോക്കുന്നത് ഹോമോപോളിസാക്കറൈഡ്സ് തന്നെ ആയിട്ടുള്ള ഗ്ലൈക്കോജൻ ആണ്. ഓക്കെ, അപ്പം ഗ്ലൈക്കോജൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് ആക്ച്വലി പ്രസൻറ്റ് ഇൻ ആനിമൽ സെൽ അല്ലെ. സ്റ്റാർച്ച് എന്ന് പറയുമ്പോൾ പ്ലാന്റ് സെല്ലിലായിരുന്നു, ഇതെന്ന് പറയുമ്പോൾ ആനിമൽ സെല്ലായിരുന്നു. ഞാൻ ഗ്ലൈക്കോജൻ സ്റ്റാർച്ചിൻ്റെ അവസാനത്തെ സ്ലൈഡിൽ ഞാൻ ഗ്ലൈക്കോജനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. രണ്ടും തമ്മിലുള്ള ഒരേ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ, കെമിക്കൽ സ്ട്രക്ചറിൽ ബ്രാഞ്ചിങ്ങിൽ മാത്രമായിരിക്കും 1/10. ഇത് മാത്രം മറക്കരുത്. ഓക്കെ, 1 branch per 10 residues ഓഫ് ലീനിയർ ഗ്ലൂക്കോസ്. അത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നത്തെ ഡിഫറൻസ് എന്താണ്? ഫങ്ഷണൽ ഡിഫറൻസ് ആണ്, ആനിമൽ സെല്ലിൽ കാണുന്നു എന്നുള്ളത്. ഓക്കെ, മറ്റേത് പ്ലാന്റ് സെല്ലിലാണ് കാണുക. So glycogen is an example of branched homopolysaccharide. So it's a primary storage carbohydrate in case of the animal cell as well as prokaryotes. Prokaryotes എന്ന് പറയുന്നതിന് പകരം ബാക്ടീരിയ എന്ന് പറയാം. ബാക്ടീരിയയിലും ഇതെന്താണ്? മെയിൻ കമ്പോണൻ്റ് ആണ്, അത് മറന്നു പോകണ്ട. ബാക്ടീരിയയിലെ സ്റ്റോറേജ് പോളിസാക്കറൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഗ്ലൈക്കോജൻ ആണ്. ഓക്കെ, അപ്പം ഗ്ലൈക്കോജൻ is structurally similar to amylopectin except the variation in the number of branches. അപ്പം ഇതിൽ 8 to 12 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അജീവ് മാസ്റ്ററിൻ്റെ ബുക്കാണിത്, ബുക്കിലെ കണ്ടന്റ് ആണ്. യു ക്യാൻ ജസ്റ്റ് ലേൺ ഇറ്റ് ആസ് 1/10. ഓക്കെ, അപ്പം 8 to 12 എന്നുള്ളത് കറക്റ്റ് തന്നെയാണ്. അപ്പം നമ്മൾ ആവറേജ് എടുക്കുമ്പോൾ 1 to 10 എന്നാണ് ഓർമ്മിക്കുക. അപ്പോൾ 1 branch per 10 residues. ആൽഫ 1,4 ലിങ്കേജ് ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, സ്റ്റാർച്ചിൽ പറഞ്ഞ അതേ സംഗതി തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഗ്ലൈക്കോജൻ എക്സാം ചോദിക്കുമ്പോൾ നിങ്ങളിത് കംപ്ലീറ്റ് എഴുതണം. ഓക്കെ, ഞാനിവിടെ പറയാത്തത് സ്റ്റാർച്ചിൻ്റെ കേസിൽ, അമൈലോപെക്റ്റിൻ്റെ കേസിൽ ആൽഫ 1,6 ലിങ്കേജിനെ കുറിച്ചും 1,4 ലിങ്കേജിനെ കുറിച്ചും ആൽഫ ഗ്ലൂക്കോസിനെ കുറിച്ചും കൃത്യമായിട്ട് മെൻഷൻ ചെയ്തത് കൊണ്ടാണ്. പക്ഷേ ഈ കമ്പോണൻ്റ് എക്സാമിന് ആവശ്യമാണ്. അത് മാത്രം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ യു ഹാവ് ടു ലേൺ ഇറ്റ്. ഓക്കെ, അപ്പം ഞാൻ ഇതിൽ ജസ്റ്റ് ഡിഫറൻസ് മാത്രം മെൻഷൻ ചെയ്യുകയാണ്, ബാക്കിയുള്ള കമ്പോണൻസ് നിങ്ങൾ എഴുതിയെടുക്കുക. എല്ലാ സെൽസിലും വന്നിട്ടുണ്ട് ഈ പറയുന്ന ഗ്ലൈക്കോജൻ, ആനിമൽ സെൽസിലും ഗ്ലൈക്കോജൻ ഗ്രാന്യൂൾസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം ഗ്ലൈക്കോജൻ മോസ്റ്റ് അബണ്ടൻ്റ് ആയിട്ട് എവിടെയാണ് കാണുക? നമ്മൾ 2 ടൈപ്പ് ഗ്ലൈക്കോജനാണ് ഉള്ളത്, സ്റ്റോറേജ് ഗ്ലൈക്കോജൻ. ഒന്ന് മസിലിന് വേണ്ടിയിട്ട്, മസിലിന് മാത്രം ഉപയോഗിക്കാൻ. രണ്ടാമത്തത് ബോഡിക്ക് മൊത്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ലിവർ ഗ്ലൈക്കോജൻ. ഓക്കെ, അപ്പോൾ ലിവർ ഗ്ലൈക്കോജനും മസിൽ ഗ്ലൈക്കോജനുമാണ് 2 ടൈപ്സ് ഓഫ് ഗ്ലൈക്കോജൻ വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ആനിമൽ സെൽസ് ബേസ്ഡ് ഓൺ ദ ലൊക്കേഷൻ. അപ്പം ലിവർ സെല്ലിലുള്ളതാണ് എല്ലായിടത്തേക്കും വേണ്ടിയിട്ട് മൊബിലൈസ് ചെയ്യപ്പെടുന്നത്. മസിലിൻ്റെ ആവശ്യത്തിന് വേണ്ടി സ്റ്റോർ ചെയ്തതാണ്. പക്ഷേ അറ്റ് സർട്ടൻ കണ്ടീഷൻസ് ഇറ്റ് ക്യാൻ ഗെറ്റ് മൊബിലൈസ്ഡ് ടു ബ്ലഡ്. ഓക്കെ, സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ബൈ അതർ ഏരിയാസ് ടു. ഈ ഹ്യൂജ് ഗ്രാന്യൂൾസ് വേണ്ടിയിട്ടേക്കുന്നത് ഓക്കെ, ഇറ്റ്സ് ആക്ച്വലി bundles of smaller granules ചേർന്നിട്ടാണ്. Each smaller granules are actually made up of numerous glucose residues. Okay, ഇനി enzymes of glycogen production and breakdown are also found in these granules. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യം വരുമ്പോൾ, എപ്പോഴാണ് ആവശ്യം ആ സമയത്തൊക്കെ ഇതെന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ചെയ്യണം. അതേസമയം തന്നെ എക്സ്ട്രാ ഗ്ലൂക്കോസ് ബ്ലഡിൽ ഉണ്ടാകുമ്പോൾ ഇൻസുലിൻ കാരണം എന്ത് ചെയ്യും? സെല്ലിൻ്റെ ഉള്ളിലേക്ക് അത് പ്രവേശിപ്പിക്കും. ആ സമയത്ത് എന്ത് ചെയ്യണം? ഇതിനെ പോളിമറൈസ് ചെയ്യുകയും വേണം. ഓക്കെ, ഈ 2 എൻസൈംസും ഈ ഗ്രാന്യൂൾസിൻ്റെ കൂടെ തന്നെ എപ്പോഴും കാണും. ഇനി എന്തിനാണ് ബ്രാഞ്ചിങ്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പം അമൈലോപെക്റ്റിൻ ചോദിക്കുകയാണെങ്കിലും ഗ്ലൈക്കോജൻ ചോദിക്കുകയാണെങ്കിലും സെയിം എക്സാമ്പിൾസ് തന്നെ, സെയിം സിഗ്നിഫിക്കൻസ് തന്നെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഓരോ ബ്രാഞ്ചിങ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എൻ അഡീഷണൽ സൈറ്റ് ഫോർ പോളിമറൈസേഷൻ ആസ് വെൽ ആസ് ബ്രേക്ക് ഡൗൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബ്രാഞ്ച് പോയിന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഗ്ലൈക്കോജനിലേക്ക് തന്നെ ഒരുപാട് ഗ്ലൂക്കോസിനെ സിംഗിൾ ടൈമിൽ തന്നെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. സെല്ലുലോസിൻ്റെ കേസിൽ അല്ലെങ്കിൽ അമൈലോസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? കുറേ എണ്ണം ലീനിയർ ആയിട്ട് അറേഞ്ച് ചെയ്താണ്. അപ്പോൾ ഈ ചെയിന് മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ നീളം കൂട്ടി കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. അതേസമയം സ്റ്റാർച്ച് അമൈലോപെക്റ്റിനോ അല്ലെങ്കിൽ ഗ്ലൈക്കോജനോ എടുക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് 10ാമത്തെ റെസിഡ്യൂ ആകുമ്പോൾ ഒരു ബ്രാഞ്ച് വന്നു, ഇതിങ്ങോട്ട് വന്നു അല്ലേ. ഈ നിങ്ങൾ ഇങ്ങനെ നീട്ടി പോവാം. ഓക്കെ, ഇയാൾ നീണ്ടു പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ 10 വരുമ്പോൾ വേറൊരു ബ്രാഞ്ച് വന്നു, ഇതും നീട്ടി പോവാം. ഇനി ഇവിടെ 10 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബ്രാഞ്ച് വന്നു, ഇത് നീട്ടി പോവാം. ഇവിടെ 10 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബ്രാഞ്ച് വന്നു, ഇവിടെ നീട്ടി പോവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലൂക്കോസ് റെസിഡ്യൂസ് കുറേ എണ്ണം ഇങ്ങനെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ആഡ് ഇറ്റ് ടു ദിസ് പോയിന്റ്, ദിസ് പോയിന്റ്, ദിസ് പോയിന്റ്, ദിസ് പോയിന്റ് അല്ലേ. ഒരുപാട് പോയിന്റിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേസമയം സ്റ്റാർച്ച് അമൈലോസിൻ്റെ കേസിലാണെങ്കിലോ ഈ ഒരു പോയിന്റിലേക്ക് മാത്രമേ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി ഡൈജഷൻ എടുക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് റിലീസ് ചെയ്യേണ്ട ഒരു ആവശ്യം നിങ്ങളുടെ ബോഡിയിൽ വന്നു എന്ന് വിചാരിക്കുക.
ഓക്കെ, ഇപ്പോൾ സ്റ്റാർച്ച് അമൈലോസ് ആണെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് മാത്രമേ ബ്രേക്ക് ഡൗൺ നടത്തി വരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലേ, അറ്റ് എ ടൈം ഒരാളെ മാത്രം. അതേസമയം ഈ ബ്രാഞ്ചിങ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഡൈജസ്റ്റ് ചെയ്യാം അല്ലേ, ഇവിടുന്ന് ഡൈജസ്റ്റ് ചെയ്യാം, ഇവിടുന്ന് ഡൈജസ്റ്റ് ചെയ്യാം, ഇങ്ങനെ ഒരുപാട് പോയിന്റ് ഓഫ് ബ്രേക്ക് ഡൗൺ നിങ്ങൾക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ബ്രാഞ്ചിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സൈമൾട്ടേനിയസ് ആയിട്ട് മോർ ദാൻ വൺ സൈറ്റിൽ പോളിമറൈസേഷനും നടക്കും, അതേപോലെ തന്നെ ഈ റിക്വേർഡ് മോർ ദാൻ വൺ സൈറ്റിൽ ബ്രേക്ക് ഡൗൺ നടക്കും. ഈ രണ്ട് ഇതിനും മോർ നമ്പർ ഓഫ് സൈറ്റ്സ് ഫോർ ദ എൻസൈം ആക്ഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ ദിസ് ബ്രാഞ്ചിങ്. അതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ലൈൻ ബൈ ലൈൻ നിങ്ങൾ എഴുതിയെടുക്കുക. ആ കൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നതാണ്. ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാ ബ്രാഞ്ച് പോയിന്റിലേക്കും എൻസൈമിന് ആക്സസിബിലിറ്റി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാ ബ്രാഞ്ച് പോയിന്റിൽ നിന്നും മോളിക്യൂൾസ് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ അവിടെ നിന്ന് റിമൂവ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ബ്രാഞ്ചിങ്ങിൻ്റെ സിഗ്നിഫിക്കൻസ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഗ്ലൈക്കോജൻ. ഇനി ഞാൻ ജസ്റ്റ് സ്റ്റാർച്ചിൻ്റെയും ഗ്ലൈക്കോജൻ അമൈലോസിൻ്റെയും അമൈലോപെക്റ്റിൻ്റെയും സ്ട്രക്ചർ നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ സിംബോളിക്കായിട്ട് ഇങ്ങനെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് ഫുൾ മാർക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വരക്കേണ്ടത് എന്നുള്ളത് ജസ്റ്റ് മെൻഷൻ ചെയ്തു തരാം. ഓക്കെ, സ്റ്റാർച്ച് മോളിക്യൂൾസിന് ആദ്യം നമുക്ക് എന്താ വേണ്ടത്, ഗ്ലൂക്കോസ് വേണം അല്ലേ, ഒരു ഗ്ലൂക്കോസ് റെസിഡ്യൂ വേണം. അത് ജസ്റ്റ് ഒന്ന് ഞാൻ വരക്കുകയാണേ, നമ്മൾ ഗ്ലൂക്കോസ് റെസിഡ്യൂസ് വരക്കാം. ഓക്കെ, ഓക്കെ ഇത് ഗ്ലൂക്കോസ് റെസിഡ്യൂസ് ഒന്ന്, ഇത് ഏറ്റവും ടെർമിനലാണെന്ന് വിചാരിക്കാം. സോ എച്ച് ഒ എച്ച് ഒ എച്ച് 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 സി എച്ച് ടു ഒ എച്ച് എച്ച് ഒ എച്ച് ഓക്കെ എച്ച് ഒ എച്ച്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ബ്രാഞ്ചിങ് ഇവിടെ ലീനിയർ പോളിമറൈസേഷൻ ആൽഫ 1,4 ലിങ്കേജ് വരുന്നു. അടുത്ത ഗ്ലൂക്കോസ് റെസിഡ്യൂ നിങ്ങളിത് വരക്കുമ്പോൾ ഇതുപോലെ വരച്ച് പോവുക കേട്ടോ. ഓക്കെ, ഇവിടെ ഞാൻ ഈ ഒ എച്ച് മാറ്റിയിട്ട് ഇവിടെ ഈ ഒ എച്ച് ഇതൊന്ന് കംപ്ലീറ്റ് മായ്ക്കാം. ഈ ഒ എച്ച് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യും, അതിന് ശേഷവും ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്, ഒരുപാട് ഗ്ലൂക്കോസ് റെസിഡ്യൂസ് അവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ നമ്മളിങ്ങനെ ഡോട്ടഡ് ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഇതിനെ നമ്മൾ ജസ്റ്റ് 10th ഓക്കെ റെസിഡ്യൂ ഒന്ന് മാർക്ക് ചെയ്യുക. ഏതിൻ്റെ കേസിലാണെങ്കിൽ ഗ്ലൈക്കോജൻ്റെ കേസിലാണെങ്കിൽ ഈ ഒരു കമ്പോണൻറ്റിനെ 10th റെസിഡ്യൂ ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി സ്റ്റാർച്ചിൻ്റെ കേസിലാണെങ്കിൽ 30th റെസിഡ്യൂ ഒന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, രണ്ടും ഒന്നിൽ മാർക്ക് ചെയ്തേക്കരുത്. സ്റ്റാർച്ച് ആണ് നിങ്ങളോട് സ്ട്രക്ചർ എക്സാമിന് ചോദിച്ചതെങ്കിൽ യു ഹാവ് ടു മാർക്ക് ഇറ്റ് ആസ് 30th റെസിഡ്യൂ. ഇനി ഗ്ലൈക്കോജൻ്റെ സ്ട്രക്ചറാണ് നിങ്ങളോട് ചോദിച്ചതെങ്കിൽ യു ഹാവ് ടു മാർക്ക് ഇറ്റ് ആസ് ദി 10th റെസിഡ്യൂ. ഓക്കെ, അപ്പം ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. ഇതിന് ശേഷവും ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഉണ്ട് എന്നുള്ളത് കാണിക്കാം. ഇനി ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഒ എച്ച് 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 ഒ എച്ച്. ഇവിടെ എന്ത് ചെയ്യണം, ബ്രാഞ്ച് നമുക്ക് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ബ്രാഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, സി എച്ച് ടു ഒ എച്ച്. എന്നിട്ട് ഇതിലേക്ക് ഒരു കമ്പോണൻറ്റിനെ ആഡ് ചെയ്യാം. ഓക്സിജൻ ഒരു ഗ്ലൂക്കോസിനെ ആഡ് ചെയ്യാം. ഒ എച്ച് 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 ഒ എച്ച് എച്ച് ഒ എച്ച് ആഡ് ചെയ്യേണ്ട, എന്താ ചെയ്യേണ്ടത്, ഡോട്ടഡ് ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ പോളിമറൈസേഷൻ അങ്ങോട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ എച്ച് സി എച്ച് ടു ഒ എച്ച്. അപ്പം ഇതാണ് ബ്രാഞ്ചിങ്. ഏതാ ലിങ്കേജ്, ആൽഫ 1,6 ലിങ്കേജ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഇതെന്താണ്, ലീനിയർ പോളിമറൈസേഷൻ ആണ്. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുക ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ക്ലിയർ അല്ലേ? അപ്പം ഇങ്ങനെ സ്ട്രക്ചർ വരയ്ക്കുക. അപ്പം ഗ്ലൈക്കോജൻ്റെ സ്ട്രക്ചറും അമൈലോപെക്റ്റിൻ്റെ സ്ട്രക്ചറും ഒന്ന് തന്നെയാണ് നിങ്ങൾ പഠിക്കുന്നത്. എന്തേ മാർക്കിങ്ങിൽ മാറ്റമുള്ളൂ, സ്റ്റാർച്ച് അമൈലോപെക്റ്റിനാണ് ചോദിച്ചെങ്കിൽ നിങ്ങളിവിടെ ലേബൽ ചെയ്യേണ്ടത് എന്താണ്, 30th റെസിഡ്യൂ എന്നായിരിക്കും അല്ലേ, ഇതാണ് ലേബൽ ചെയ്യേണ്ടത്. ഇനി ഗ്ലൈക്കോജനാണ് ചോദിച്ചെങ്കിൽ 30th റെസിഡ്യൂ ലേബൽ ചെയ്യരുത്. എന്താണ് ലേബൽ ചെയ്യേണ്ടത്,
10th റെസിഡ്യൂ എന്നുള്ളതായിരിക്കും ലേബിൾ ചെയ്യേണ്ടത്. ഈ ഒരു മാറ്റേ ഉള്ളൂ സ്ട്രക്ചറിൽ. ഇനി അമൈലോസ് ചോദിക്കുകയാണെങ്കിലോ യു ഡോണ്ട് ഹാവ് ടു ഡ്രോ ദിസ് ലീനിയർ സ്ട്രക്ചർ. എന്ത് ചെയ്താൽ മതി, ഈ നടുക്കത്തെ കമ്പോണൻറ്റ് അപ്പം ഇതിൻ്റെ മുകളിലേക്കുള്ള സാധനം ആവശ്യമില്ല. ഇവിടെ എന്ത് ചെയ്യണം, CH2OH എന്ന് വേണം. ക്ലിയർ അല്ലേ? CH2OH എന്ന് അവിടെ എഴുതിയാൽ മതി. ഞാനത് വരക്കുന്നില്ല, പക്ഷെ നിങ്ങളൊന്ന് വരച്ച് വെക്കണം, നോട്ടിൽ വരച്ചിട്ടുണ്ടാവണം. അമൈലോസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരയ്ക്കുക, 2 കമ്പോണൻ്റ് മാത്രം α1,4 ലിങ്കേജ് തന്നെ. പക്ഷെ എന്ത് ചെയ്യണം, അതിന് മുമ്പുള്ള α1,4 ലിങ്കേജ് ഡോട്ടഡ് ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യണം, ശേഷമുള്ളതും ഡോട്ടഡ് ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യണം, റെപ്രസെൻറ്റിങ് ദാറ്റ് ഇറ്റ് ഈസ് ആക്ച്വലി പോളിമറൈസിങ്. ഓക്കെ, ഒരിക്കലും അമൈലോസ് വരച്ചു കഴിഞ്ഞാൽ ഈ 10th റെസിഡ്യൂ 30th റെസിഡ്യൂ ഒന്നും ആവശ്യമില്ല, നമുക്കതൊന്നും മാർക്ക് ചെയ്യരുത്. α1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് മാത്രം മാർക്ക് ചെയ്യുക, ബാക്കി 2 ഭാഗത്തും ഡോട്ടഡ് ലൈൻ റെപ്രസെൻറ്റ് ചെയ്യാൻ. ഇതാണ് അമൈലോസ് എന്ന് പറയുന്നത്. ഇനി ഇത് മാറ്റി ഇതുപോലെ വരക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഗ്ലൈക്കോജൻ ഓർ ഇറ്റ് ക്യാൻ ബി അമൈലോപെക്റ്റിൻ. എന്തിൻ്റെ ബേസിലാണ് അത് തീരുമാനിക്കപ്പെടുന്നത്, നിങ്ങൾ ഇവിടെ എന്തിനെ ലേബൽ ചെയ്യുന്നു എന്നുള്ള ബേസിൽ. ഇപ്പോൾ 10th റെസിഡ്യൂ എന്നാണ് ലേബൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് ഗ്ലൈക്കോജൻ. 13th റെസിഡ്യൂ എന്നാണ് ലേബൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് ദി അമൈലോപെക്റ്റിൻ. അപ്പം നിങ്ങൾ നോട്ട്സിൽ 3 സ്ട്രക്ചർ ഉണ്ടാവണം. ഓക്കെ, 3 പ്രാവശ്യം വരക്കുക. 1 അമൈലോസിൻ്റെതാണ്, 2 അമൈലോപെക്റ്റിൻ്റെതാണ്, 3 ഗ്ലൈക്കോജൻ്റെതാണ്. ഈ 3 സ്ട്രക്ചറും നിങ്ങളുടെ നോട്ടിൽ സെപ്പറേറ്റ് ആയിട്ടുണ്ടാവണം. ഞാനിവിടെ 1 വരച്ചിട്ടാണ് 3ഉം ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. അപ്പം എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഈ സ്ട്രക്ചർ തന്നെ വരക്കണം. ഒരിക്കലും ഇങ്ങനെ വട്ടം വരച്ച് ഇങ്ങനെ ഡോട്ടഡ് ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫിഗർ ആവരുത്. ഓക്കെ, ഓർമ്മിക്കാൻ. ഈ ഒരു സ്ട്രക്ചർ ആയിരിക്കണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്, എക്സാമിന് വരക്കേണ്ടത്. സോ ദാറ്റ്സ് അബൌട്ട് പോളിസാക്കറൈഡ്. നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ബയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്.